ഹലോ ഗുഡ് മോർണിംഗ്. കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ മാറ്റിവെച്ച ഒരു സെക്ഷൻ ഉണ്ട്, അറസ്റ്റ് എന്ന ടോപ്പിക്കിലുള്ള 37, സെക്ഷൻ 37. എന്താണ് സെക്ഷൻ 37? ഡെസിഗ്നേറ്റഡ് പോലീസ് ഓഫീസർ. അതെന്താണെന്ന് നോക്കാം. നമ്മുടെ സ്റ്റേറ്റ് ഗവൺമെൻറ് നിർബന്ധമായും ഓരോ ജില്ലയിൽ ഓരോന്നും സ്റ്റേറ്റിൽ ഒന്നും ആയി എസ്റ്റാബ്ലിഷ് ചെയ്യണം. എന്താണ് എസ്റ്റാബ്ലിഷ് ചെയ്യേണ്ടത്? പോലീസ് കൺട്രോൾ റൂം. ഓക്കെ, അത് നിർബന്ധമാണ്. സ്റ്റേറ്റ് ഗവൺമെൻറ് എസ്റ്റാബ്ലിഷ് ചെയ്യേണ്ടതാണ്. ഓരോ ജില്ലയിലും പിന്നെ സ്റ്റേറ്റിൽ മൊത്തത്തിലൊന്നും എന്ത് ചെയ്യണം? പോലീസ് കൺട്രോൾ റൂം എസ്റ്റാബ്ലിഷ് ചെയ്യേണ്ടതുണ്ട്. ഇനി ഈ ഡെസിഗ്നേറ്റഡ് പോലീസ് ഓഫീസർ ആരാണ്? അത് നമ്മുടെ ഓരോ ജില്ലയിലും കുറേ പോലീസ് സ്റ്റേഷനുകൾ ഉണ്ടാവും അല്ലേ? അപ്പോൾ ഈ പോലീസ് സ്റ്റേഷനുകളിൽ ഓരോ പോലീസ് സ്റ്റേഷനിലും അസിസ്റ്റന്റ് സബ് ഇൻസ്പെക്ടർ ഓഫ് പോലീസ് റാങ്കിൽ കുറയാത്ത ഒരു പോലീസ് ഓഫീസറെയാണ് നമ്മൾ ഡെസിഗ്നേറ്റ് ചെയ്യുന്നത്. എന്തിനാണ് നമ്മൾ ഡെസിഗ്നേറ്റ് ചെയ്യുന്നത്? ഇങ്ങനെ ഓരോ പോലീസ് സ്റ്റേഷനിലും ഇങ്ങനെ ഒരു വ്യക്തിയെ ഡെസിഗ്നേറ്റ് ചെയ്ത് വെക്കുന്നത് എന്തിനാ? അദ്ദേഹത്തിൻ്റെ ഡ്യൂട്ടി എന്താണ്? മെയിൻറ്റെയിനിങ് ദി ഇൻഫർമേഷൻ. എന്ത് ഇൻഫർമേഷനാണ് അയാൾ മെയിൻറ്റെയിൻ ചെയ്യേണ്ടത്? നമ്മുടെ പോലീസ് സ്റ്റേഷനിൽ അറസ്റ്റ് ചെയ്യപ്പെട്ടിട്ടുള്ള ഓരോ വ്യക്തികളുടെയും പേര്, അഡ്രസ്സ്, ക്രൈമിൻ്റെ നാച്ചർ, അതായത് എന്ത് ചാർജാണ് അറസ്റ്റ് ചെയ്ത വ്യക്തിയുടെ മുകളിലുള്ളത് എന്നൊക്കെ ഉള്ള വിവരങ്ങൾ മെയിൻറ്റെയിൻ ചെയ്യുക എന്നുള്ളത് ഈ ഡെസിഗ്നേറ്റ് ചെയ്ത് വെച്ച പോലീസ് ഓഫീസറുടെ ഡ്യൂട്ടിയാണ്. കൂടാതെ എന്തുകൂടെ ചെയ്യണം? അവർ അത് ഡിസ്പ്ലേ ചെയ്യുക കൂടെ വേണം. അത് ഡിജിറ്റൽ മോഡിലും ഡിസ്പ്ലേ ചെയ്യാം. അപ്പോൾ ഓരോ പോലീസ് സ്റ്റേഷനിലും അങ്ങനെ ഒരു പോലീസ് ഓഫീസറെ ഡെസിഗ്നേറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ടാവും. എന്നിട്ട് ഈ ഇൻഫർമേഷൻ എല്ലാം അവർ ജില്ലാ തലത്തിലേക്കുള്ള പോലീസ് കൺട്രോൾ റൂമിലേക്ക് അയച്ചു കൊടുക്കണം. ഇതേ ഒരു പാറ്റേൺ, ഇതേ ഒരു ഘടനയാണ് ജില്ലാ തലത്തിലും ഉണ്ടാവുക. ഓരോ ജില്ലയിലും കൺട്രോൾ റൂം ഉണ്ടാവും. അപ്പോൾ അവിടെയും എന്ത് ചെയ്തിട്ടുണ്ടാവും? ഓരോ പോലീസ് ഓഫീസറെ ജില്ലയിലേക്ക് ഡെസിഗ്നേറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ടാവും. ജില്ലയിൽ ഉടനീളമുള്ള പോലീസ് സ്റ്റേഷനിലുള്ള റെക്കോർഡുകളൊക്കെ, ഈ മെയിൻറ്റെയിൻ ചെയ്യുന്ന റെക്കോർഡുകളൊക്കെ, അറസ്റ്റഡ് പേഴ്സൺ റിലേറ്റഡ് ആയിട്ട് മെയിൻറ്റെയിൻ ചെയ്തിട്ടുള്ള ഈ റെക്കോർഡുകളൊക്കെ അതത് പോലീസ് സ്റ്റേഷനിലുള്ള ഡെസിഗ്നേറ്റഡ് ഓഫീസേഴ്സ് ജില്ലയിലേക്ക് അയക്കുന്നു. അതേപോലെ തന്നെ ജില്ലയിൽ നിന്നും ഡെസിഗ്നേറ്റ് ചെയ്തിട്ടുള്ള ആ പോലീസ് ഓഫീസർ എന്ത് ചെയ്യും? മുകളിലേക്കുള്ള സ്റ്റേറ്റിലുള്ള കൺട്രോൾ റൂമിലേക്കും ഈ വിവരങ്ങൾ എത്തിക്കുന്നു. കൂടാതെ ജില്ലയിലുള്ള പോലീസ് ഓഫീസർ, ഡെസിഗ്നേറ്റ് ചെയ്ത് വെച്ച പോലീസ് ഓഫീസർ ഡിസ്ട്രിക്ട് ഹെഡ് ക്വാർട്ടേഴ്സിലും ഈ വിവരങ്ങളൊക്കെ ഡിസ്പ്ലേ ചെയ്യേണ്ടതുണ്ട്. ഓക്കെ, അപ്പോൾ ഇതിൻ്റെ ഘടനയൊന്ന് നോക്കൂ. താഴെത്തട്ടിൽ പോലീസ് സ്റ്റേഷനുകളാണ്. അങ്ങനെ ഓരോ പോലീസ് സ്റ്റേഷനിലും ഒരു ഡെസിഗ്നേറ്റ് ചെയ്ത് വെച്ച് പോലീസ് ഓഫീസർ, അങ്ങനെ എല്ലാ പോലീസ് സ്റ്റേഷനിലും കൂടെ ജില്ലയിലേക്ക് പോകുന്നു. ജില്ലയിലും ഡെസിഗ്നേറ്റഡ് പോലീസ് ഓഫീസർ ഉണ്ട്. ഈ പോലീസ് സ്റ്റേഷനിൽ ഡെസിഗ്നേറ്റ് ചെയ്ത് വെച്ച പോലീസ് ഓഫീസേഴ്സാണ് ഇൻഫർമേഷൻ ഡിസ്പ്ലേ ചെയ്യേണ്ടത്. അങ്ങനെ ജില്ലയിലെത്തുന്നു. ജില്ലയിലെത്തിയതിൻ്റെ ശേഷം ഓരോ ജില്ലയിലും ഓരോ ഡെസിഗ്നേറ്റഡ് പോലീസ് ഓഫീസർ കാണും, ഒരു ജില്ലയ്ക്ക് എന്നുള്ള രീതിയിൽ. അങ്ങനെ അദ്ദേഹം ഹെഡ് ക്വാർട്ടേഴ്സിലും എന്ത് ചെയ്യുന്നു? ഈ വിവരങ്ങൾ ഡിസ്പ്ലേ ചെയ്യുന്നു. അറസ്റ്റഡ് പേഴ്സൺ, അവരുടെ നെയിം, അഡ്രസ്സ് തുടങ്ങിയ ഇൻഫർമേഷൻ അത് എല്ലാ ജില്ലകളിൽ നിന്നും കൂടെ സ്റ്റേറ്റിൽ ഏറ്റവും മുകളിലുള്ള സ്റ്റേറ്റ് ലെവലിലേക്കും ഈ ഇൻഫർമേഷൻ പാസ് ചെയ്തു പോകുന്നു. അപ്പോൾ ഇതാണ് ഇതിൻ്റെ ഒരു സ്ട്രക്ചർ എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ ഇത്രയാണ് സെക്ഷൻ 37 ഡെസിഗ്നേറ്റഡ് പോലീസ് ഓഫീസർ എന്നുള്ള സെക്ഷനിൽ പറയുന്നത്. അടുത്തത് സെക്ഷൻ 39 സെക്ഷൻ 39 എന്താ പറയുന്നത്? നമ്മൾ ഓൾറെഡി പഠിച്ചിട്ടുണ്ട്. ഒരു പോലീസ് ഓഫീസറുടെ പ്രസൻസിൽ നിന്നും കോഗ്നിസബിൾ ഒഫൻസ് ചെയ്യുന്ന സമയത്ത്, അല്ലേ? കോഗ്നിസബിൾ ഒഫൻസ് ചെയ്യുന്ന സമയത്ത് വിത്തൗട്ട് വാറണ്ട് പോലീസ് ഓഫീസർക്ക് ആ വ്യക്തിയെ അറസ്റ്റ് ചെയ്യാൻ പറ്റുന്നു, അല്ലേ? അപ്പോൾ പോലീസ് ഓഫീസറുടെ പ്രസൻസിൽ ഒരു നോൺ കോഗ്നിസബിൾ ഒഫൻസ് ഒരാൾ ചെയ്യുകയാണെന്ന് കരുതുക. അങ്ങനെയാകുന്ന സമയത്ത് പോലീസ് ഓഫീസർക്ക് വിത്തൗട്ട് വാറണ്ട് അറസ്റ്റ് ചെയ്യാൻ പറ്റില്ല. പക്ഷേ പോലീസ് ഓഫീസർക്ക് എന്ത് ചെയ്യാം? അയാളുടെ പേരും അഡ്രസ്സും ഒക്കെ ചോദിച്ചറിയാൻ വേണ്ടി പറ്റും. അങ്ങനെ പേരും അഡ്രസ്സും ഒക്കെ ചോദിച്ചറിയുന്ന സമയത്ത് ഈ ഒഫൻസ് ചെയ്ത വ്യക്തി അതിന് റിഫ്യൂസ് ചെയ്യാണ്, അല്ലെങ്കിൽ പേരും അഡ്രസ്സും കൊടുക്കാൻ തയ്യാറാവുന്നില്ല. അങ്ങനെയാകുന്ന സമയത്ത് എന്ത് ചെയ്യാം? പോലീസ് ഓഫീസർക്ക് അയാളെ അറസ്റ്റ് ചെയ്യാം. എങ്ങനെ അറസ്റ്റ് ചെയ്യാം? ആ പേരും അഡ്രസ്സും കിട്ടുന്നത് വരെ അയാളെ അറസ്റ്റ് ചെയ്ത് വെക്കാം. അങ്ങനെ പേരും അഡ്രസ്സും കിട്ടിക്കഴിഞ്ഞാൽ അയാൾ എന്ത് ചെയ്യണം? റിലീസ് ചെയ്യണം. ബോണ്ടോ ബെയിൽ ബോണ്ടോ എക്സിക്യൂട്ട് ചെയ്തതിന് ശേഷം, ബോണ്ടും ബെയിൽ ബോണ്ടും നമ്മൾ ഡെഫിനിഷൻ പാർട്ടിൽ പഠിച്ചതാണേ.
ബോണ്ടോ ബെയിൽ ബോണ്ടോ എക്സിക്യൂട്ട് ചെയ്തതിന് ശേഷം അയാളെ റിലീസ് ചെയ്യാം. ഇനി ഈ ഒഫൻസ് ചെയ്ത വ്യക്തി ഇന്ത്യൻ റെസിഡൻ്റ് അല്ല എന്ന് കരുത്. അങ്ങനെയാണെങ്കിൽ അയാളെ വെറും ബോണ്ടിൽ, അതായത് സ്വന്തം ജാമ്യത്തിൽ റിലീസ് ചെയ്യാൻ പറ്റില്ല. ബെയിൽ ബോണ്ട് വിത്ത് ഷുവർട്ടിയോടുകൂടിയുള്ള ബെയിൽ ബോണ്ട് എക്സിക്യൂട്ട് ചെയ്തതിന് ശേഷമേ വിട്ടയക്കാൻ വേണ്ടി പറ്റുള്ളൂ. ഇനി അടുത്തൊരു കേസ് പറയുകയാണെങ്കിൽ, ഈ പേരും അഡ്രസ്സും ഈ ഒരു വ്യക്തിയുടെ പേരും അഡ്രസ്സും കണ്ടെത്താൻ സാധിച്ചില്ല, അസർട്ടൈൻ ചെയ്യാൻ സാധിച്ചില്ല എന്നാണെങ്കിലോ, അങ്ങനെയാണെങ്കിൽ 24 hours എന്ത് ചെയ്യണം? ഈ വ്യക്തിയെ മജിസ്ട്രേറ്റിന് മുന്നിൽ ഹാജരാക്കണം. എന്ത് കാരണത്തിൻ്റെ മുകളിലാണെങ്കിലും 24 hours മുകളിൽ നമുക്ക് ഒരാളെ അറസ്റ്റ് ചെയ്ത് വെക്കാൻ വേണ്ടി പറ്റില്ല. ഒരു നോൺ കോഗ്നിസബിൾ ഒഫൻസ് ചെയ്ത ഒരു വ്യക്തിയോട് പേരും അഡ്രസ്സും ചോദിച്ചറിയാം. അങ്ങനെ കൊടുത്തില്ല എന്നാണെങ്കിൽ അയാളെ അറസ്റ്റ് ചെയ്യാം. പേരും അഡ്രസ്സും കിട്ടിയതിന് ശേഷം അയാളെ ബെയിൽ ബോണ്ടോ എക്സിക്യൂട്ട് ചെയ്തതിന് ശേഷം റിലീസ് ചെയ്യാം. ഇനി 24 hours ഈ അഡ്രസ്സോ പേരോ കിട്ടിയില്ല എന്നാണെങ്കിലോ, അതല്ലെങ്കിൽ അയാൾക്ക് ബെയിൽ ബോണ്ടോ എക്സിക്യൂട്ട് ചെയ്യാൻ സാധിച്ചില്ല, അതല്ലെങ്കിൽ ഷുവർട്ടീസിനെ കൊണ്ടുവരാൻ സാധിച്ചില്ല എന്നൊക്കെയാണെങ്കിൽ അയാൾ എന്ത് ചെയ്യണം? അയാളെ മജിസ്ട്രേറ്റിന് മുന്നിൽ ഹാജരാക്കണം. അപ്പോൾ സെക്ഷൻ 39 ഇതാണ് പറയുന്നത്. അറസ്റ്റ് ഓൺ റിഫ്യൂസൽ ടു ഗിവ് നെയിം ആൻഡ് റെസിഡൻസ്, അതാണ് ആ സെക്ഷൻ ഡീൽ ചെയ്യുന്നത്. അപ്പോൾ 2 സെക്ഷനാണ്, 37, 39. ഓക്കെ, താങ്ക് യു.